ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. അത് നമുക്ക് സാരിയുടെ കൂടെയും നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് 1 മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലെ ക്ലോത്താണിത്. അപ്പോൾ ഞാനിത് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് നമ്മളുടെ നോർമൽ ഒരു ടോപ്പിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ബ്ലൗസിൽ നിന്നൊക്കെ അളവെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ നമ്മളുടെ ഒരു ടോപ്പ് എടുക്കുക. അപ്പോൾ ടോപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പോൾ ആരുടെ ഭാഗത്തൊരു കട്ടിങ് വരുന്ന ടോപ്പാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഇതിൻ്റെ ലെങ്ത്തൊക്കെ അളവെടുക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇത് അളവെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ടോപ്പിൽ നിന്ന് അളവെടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടി ഞാനിതിന് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവുകളെല്ലാം ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് വെച്ചായിരിക്കും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ആ ചെസ്റ്റ് ഭാഗത്ത് വിഡ്ത്ത് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു 16.5 ഇഞ്ചാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസിനായതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി. അപ്പോൾ 16.5 ഇഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന അളവുകൾ എങ്ങനെയാണോ അതൊരു പേപ്പറിൽ ഇതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ബെസ്റ്റ് പോയിൻ്റ്, അതായത് നമ്മളിപ്പോൾ എനിക്ക് ഈ ടോപ്പിനൊരു ടക്ക് ഉണ്ട്, അതുകൊണ്ട് അളവെടുക്കാൻ സുഖമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സൈഡിലൊരു പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ അവിടെ നമ്മളുടെ ബെസ്റ്റ് പോയിന്റിൽ ഇതേപോലെ ടേപ്പ് ഒന്ന് നേരെ നമ്മുടെ ബോഡിയിൽ തന്നെ ഒന്ന് ഷോൾഡറിൽ വെച്ചിട്ട് ടേപ്പ് മെഷർ ചെയ്യാനായിട്ട് താഴേക്ക് ബെസ്റ്റ് പോയിൻ്റ് ഒരു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് കിട്ടുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. പിന്നെ ഷോൾഡർ ഞാനിവിടെ ഈ ടോപ്പിന് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് തന്നെയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അത് ഞാൻ മെഷർ ചെയ്യുന്നത് വീഡിയോയിൽ കറക്റ്റ് കാണുന്നില്ല. താഴത്തെ വിഡ്ത്ത് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒപ്പം സീം അലവൻസൊക്കെ ആഡ് ചെയ്യണോട്ടോ. അത് ഞാൻ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോഴേക്കും പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതിന് വേണ്ടി ലൈനിങ് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് കോട്ടൺ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ 2 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സൈഡും ഫോൾഡഡ് സൈഡും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെങ്ത്ത് 15 ഇഞ്ചിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ കൊണ്ട് ഇതേപോലെ വരക്കാം. നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാൾ ഇതേപോലെ എക്സ്ട്രാ എടുക്കണം. ബ്ലൗസിനാകുമ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ എയറിങ് കുറഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന അളവുകൾ പോലെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നതാണ്. എന്നിട്ട് ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന സൈഡ് ഉണ്ടല്ലോ, നമ്മളുടെ ഫോൾഡഡ് സൈഡ്, ആ സൈഡിൽ ഇതേപോലെ ഒന്ന് ചെറിയൊരു വര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം വെട്ടുന്നത് ബാക്ക് പാർട്ടാണ് കേട്ടോ. ബാക്ക് പാർട്ടിൽ ഇതേപോലെ നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കാനുള്ള കട്ടിങ് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഷോൾഡർ നമ്മൾ അധികം വിട്ടെടുക്കേണ്ട കാര്യമില്ല, 6 ഇഞ്ച് മതിയാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസിനാകുമ്പോൾ വൈഡായി പോകാതിരിക്കാനാണ് ഞാൻ 6 ഇഞ്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ആം ഹോൾ അതേപോലെ തന്നെ 6 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മൾ അധികം ആം ഹോൾ ഇറക്കി കൊടുക്കുകയും വേണ്ട. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവ് കൊണ്ട് ഇതേപോലെ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ചിൽ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എനിക്ക് അളവെടുത്തപ്പോൾ കിട്ടിയത് 16 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം. നമ്മളിവിടെ തുണി ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് പകുതി അളവുകൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 8.4 വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. താഴത്തെ അളവ് നമുക്ക് അളവെടുത്തപ്പോൾ കിട്ടിയിരുന്നത് 15 ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പകുതിയാണ് 7.5. ആ 7.5 മാർക്ക് ചെയ്തിട്ടിട്ട് വീണ്ടും ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിൽ നമ്മൾ ഒരു 1 ഇഞ്ചിൽ ടക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ അവിടെ താഴെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത് മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ആ 7.5 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തായിരുന്നല്ലോ. ആ 1 ഇഞ്ച് ഭാഗത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ചിടുവാണ്. എന്നിട്ടാണ് അതിൻ്റെ 7.5 ഇഞ്ചിൻ്റെ ഹാഫ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമുക്ക് ടക്കിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതേപോലെ 2 സൈഡിലും ഒരു 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ഇഞ്ചാകും. ആ 1 ഇഞ്ചിലാണ് നമ്മൾ ടക്കിടാൻ പോകുന്നത്. ആ 1 ഇഞ്ചിന് വേണ്ടിയാണ് എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് സൈഡിൽ ഇട്ട് കൊടുത്തത്. ഞാൻ താഴത്തെ ഭാഗം ആ മാർക്ക് ചെയ്യുന്നത് വീഡിയോയിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അളവുകൾ ഒന്നും കൂടെ വീണ്ടും പറഞ്ഞു തന്നത്. അപ്പോൾ ടക്കിൻ്റെ ഭാഗവും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക.
ബാക്ക് പാർട്ടിൻ്റെ മെയിനായിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗമാണുള്ളത്. അപ്പോൾ നെക്ക് ഞാനിവിടെ 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിഡ്ത്ത് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് നമുക്ക് നെക്ക് അടിക്കാനായിട്ട് വേണ്ടി വരും. നമ്മളിവിടെ ക്യാൻവാസ് ഒന്നും വെച്ചല്ല ചെയ്യുന്നത്, നമ്മൾ റോസ് പീസ് വെച്ചാണ് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിൻ്റെ മുന്നിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്നാണ് നെക്കിൻ്റെ ലെങ്ത്ത് താഴേക്ക് ടേപ്പ് വെച്ച് അളക്കേണ്ടത്. അതൊരു 8 ഇഞ്ചിലാണ് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് നമുക്ക് അതിൽ ഏത് നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വരച്ചെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് വരക്കുന്നത്. വൈഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ വരക്കാം. ഞാനിപ്പോൾ അധികം വൈഡ് ആക്കുന്നില്ല. നെക്കും ഷോൾഡറൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോൾ വരുന്ന 2.5 ഇഞ്ചാണ് നമുക്ക് ഷോൾഡറിൽ സ്ട്രാപ്പ് വരുന്ന ഭാഗത്തിൻ്റെ അളവ്. ഞാനതൊന്ന് അളന്ന് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെരി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ കൂടെ ഈ ഒരു അളവുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് നേരെ ഇതിലേക്ക് വെക്കുക. അതിനുശേഷം 1 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് ബാക്ക് പാർട്ടിനേക്കാളും എക്സ്ട്രാ എടുക്കുക. ബാക്ക് പാർട്ടിൽ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരുന്നു. ഇവിടെ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കുക. കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും. അത് മാനേജ് ചെയ്യാനാണ് നമ്മൾ ഈ ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും എക്സ്ട്രാ ഇങ്ങനെ എടുത്ത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ഇഞ്ച് ഞാൻ ഇതേപോലെ എക്സ്ട്രാ എടുത്തു. ബാക്കി ഷോൾഡറിൻ്റെ അളവും ആം ഹോളിൻ്റെ അളവും എല്ലാം ബാക്ക് പാർട്ടിൻ്റെ അളവുകൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം മാത്രമേ ഫ്രണ്ടിൽ പാർട്ടിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് ഞാൻ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ബാക്ക് നെക്കിൻ്റെ അളവിൽ തന്നെ ഒന്ന് ജസ്റ്റ് വരച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് ടേപ്പ് കൊണ്ട് മെഷർ ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 6 ഇഞ്ച് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ക്വയർ ചെയ്ത് അതൊന്ന് വരച്ചെടുത്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം അത് തന്നെ നമ്മൾ നേരത്തെ ബാക്ക് പാർട്ടിന് അളവെടുത്ത അളവുകളും എല്ലാം തന്നെയാണ് ഇതിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത്. താഴത്തെ അളവും അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആണല്ലോ ബാക്ക് പാർട്ടിന് എടുത്തിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് ഞാനൊന്ന് കയറ്റി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് താഴത്തെ അളവുകൾ ആ വരയിലാണ് മാർക്ക് ചെയ്യുന്നത്, അതായത് ആദ്യത്തെ വരയിൽ. ഇനി നമുക്ക് ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. 9.25 ഇഞ്ചായിരുന്നു നേരത്തെ അളവെടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത്. ആ അളവാണ് ഞാൻ നേരെ മാർക്ക് ചെയ്യുന്നത്. 9.25 അടയാളപ്പെടുത്തേണ്ട ആ വിഡ്ത്തിൻ്റെ ഭാഗം 3.5 ഇഞ്ചിലാണ് ഞാൻ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിഡ്ത്തിൽ അവിടെ കൊടുക്കുക. താഴെ ഒരു 3 ഇഞ്ച് കൊടുക്കുക. നമ്മൾ മുകളിൽ 3.5 ഇഞ്ചാണെങ്കിൽ താഴെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് കൊടുക്കുക. ഒരു 30 to 34 ഇഞ്ചസിന് വരെയൊക്കെ നമ്മൾ ഈ അളവുകൾ കൊടുത്താൽ മതിയാകും. നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുന്നതാണ്. ഇനി 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ടക്കിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുക. ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ടേപ്പ് വെച്ച് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി ഇടുക. ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ടക്കിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് ആ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് വരുന്നതാണ്. ഇനി നമുക്ക് താഴേക്കൂടെ അതൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുകളിലത്തെ ലൈനിൽ വരച്ച് എന്താണെന്ന് വെച്ചാൽ താഴത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുകളിലേക്ക് വരക്കുമ്പോഴത്തേക്കും അളവ് കുറച്ച് മാറിപ്പോകും. അതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ട് താഴത്തെ വരയിലേക്ക് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് സീം അലവൻസ് ആഡ് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ആ 1.5 ഇഞ്ച് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്ത 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് സ്കെയിൽ കൊണ്ട് മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ കോർണർ പോയിന്റിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സൈഡിലെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മളുടെ ഈ ഫ്രണ്ടിലത്തെ ഭാഗവും കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് നമ്മൾ 3 ഇഞ്ച് വിഡ്ത്താണ് എടുത്തത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിനും 3 ഇഞ്ച് വിഡ്ത്ത് തന്നെ നെക്ക് എടുത്തു. അതിനുശേഷം താഴെ ഒരു 7.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ നെക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 7.5 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെയും റൗണ്ട് നെക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ സ്ക്വയറായിട്ട് ഒന്ന് വരച്ചിട്ട് അവിടെ ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ വൈഡായിട്ടല്ല വരക്കുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള കട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്തിലേക്ക് അതൊന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി
മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശമാണ് ഞാൻ നിവർത്തിയിട്ടിരിക്കുന്നത്. ഉൾവശത്തെ ഇതേപോലെ ഒന്ന് എല്ലാ പീസും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് അകലത്തിൽ വേണോട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉൾവശത്താണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശത്ത് ഇതേപോലെ ഇട്ട് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് എല്ലാ വശവും അടിച്ചെടുക്കാം. ഇത് നല്ല വശം പുറകിൽ വരുന്ന രീതിയിൽ കണ്ടാൽ അത് നല്ല വശമാണ്. അങ്ങനെ വരുന്ന രീതിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടി പറയാം. ഈ കാണുന്നത് ഇപ്പോൾ നല്ല വശമാണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉൾവശത്താണ് ഇതേപോലെ ഞാൻ ലൈനിങ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ എല്ലാ സൈഡും അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഇതേപോലെ 4 സൈഡ് നമുക്ക് അടിച്ചെടുക്കാം. നമുക്കിത് 2 രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് കാണാത്ത രീതിയിലും ഇതേപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ രീതിയിലല്ല ചെയ്യുന്നത്. ഇത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ഞാൻ മെയിൻ ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. എന്നിട്ട് നമുക്ക് നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്ങുകളെല്ലാം ഇട്ട് കൊടുക്കണം. ഇനി സൈഡിൽ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗം നമുക്ക് അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എല്ലാ പീസിൻ്റെയും അതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ജോയിൻ ചെയ്തെടുക്കുമ്പോഴേക്കും ഇതേ കണ്ടോ, താഴെ ഇതേപോലെ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് പാർട്ടിന് ബാക്ക് പാർട്ടിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ അറ്റത്തെ ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശം ഇതേപോലെ അകത്ത് വരുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ ഇട്ട് കാണിച്ച പോലെ വെച്ചിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ സൈഡിലിട്ട് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് ആ കർവ് ചെയ്യുന്ന ഭാഗം വരുമ്പോൾ ഒന്ന് നേരെ പിടിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് കണ്ടോ, അവിടെ കണ്ടോ താഴെ നമുക്ക് ഒരു 1/2 ഇഞ്ച് നമുക്കൊരു ഡിഫറൻസ് വന്നത്. എന്നിട്ട് ഇത് 2 തവണ അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്നിട്ട് ഒരു എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ നമുക്ക് താഴെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇതേപോലെ ഒരേ അളവിൽ ആക്കിയെടുക്കണം. ഇപ്പം എനിക്ക് വന്നിരിക്കുന്ന ലെങ്ത്ത് കണ്ടോ, 14.5 ഇഞ്ചാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ലെങ്ത്ത്. നമ്മൾ എടുത്തതിനേക്കാളും ഇപ്പോൾ കുറവാണ് നമുക്ക് ലെങ്ത്ത് വന്നിരിക്കുന്നത്. ബാക്കി കട്ട് ചെയ്തെല്ലാം മാറ്റിയതിന് ശേഷം ഇനി ബാക്ക് പീസ് ഇതേപോലെ 2 സൈഡിലും നമ്മൾ ടക്കിടാനായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഒന്ന് ടക്കിട്ടെടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് മടക്കി എടുത്തിട്ട് 1 ഇഞ്ചാണ് നമ്മൾ ടക്കിന് വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ 2 സൈഡും 1/2 ഇഞ്ച് വീതം വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ആ വരച്ച വരയിലൂടെ നേരെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗമെല്ലാം 2 തവണ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് അത് കിട്ടും. ഇനി നമുക്ക് അടിച്ചെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉള്ളിൽ അടിച്ചെടുത്ത ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കുത്തി നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ മാറ്റാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. നമുക്കവിടെ ഹുക്സ് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 2 പീസാക്കി നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇനി 2 സൈഡിലും നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്ത് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ലെങ്ത്ത് 7 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം നമ്മളിതിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ റൈറ്റ് സൈഡിലെ പീസാണ് നമുക്ക് മുകളിൽ വരാനുള്ളത്. അവിടെയാണ് നമ്മൾ ആ പീസിലാണ് നമ്മൾ ഹുക്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ലൈനിങ് പീസിൽ ഒന്ന് മറിച്ചടിച്ച് എടുത്താൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലൈനിങ് പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എനിക്കിപ്പോൾ 8.5 ഇഞ്ച് ഉണ്ട്, വിഡ്ത്ത് 2.5 ഉണ്ട്. നമുക്ക് 2 ഇഞ്ച് വിഡ്ത്ത് മതിയാവും. 2 ഇഞ്ച് വിഡ്ത്തിൽ നിങ്ങൾ എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിന് വേണ്ടി ആ പീസ് മാറ്റി വെക്കാം. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഒന്ന് കുറച്ച് അടിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി വിഡ്ത്തുള്ള പീസ് എടുക്കണം. ഇത് കണ്ടു, ഇപ്പോൾ ഞാൻ 4.5 ഇഞ്ച് വിഡ്ത്തിലാണ് പീസ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല പീസിൻ്റെ തന്നെ തുണി എടുക്കുന്നതാണ് നല്ലത്. ലെങ്ത്തും അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ വന്നിരിക്കുന്നതിനേക്കാളും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ
ഉൾവശം ഇതേപോലെ എടുത്തിടുക. ഉൾവശം എടുത്തിട്ടിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയും വേണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ അതൊന്ന് കയറ്റി ഇതേപോലെ ഒന്ന് മടക്കി വെക്കണം ഉള്ളിലേക്ക്. അപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ പിൻ ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. നമ്മളിതിൽ നെക്കടിച്ച് ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ മടക്കി വെക്കാതെയും നമുക്ക് അടിക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് അടിച്ച് എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ അതിങ്ങനെ മടക്കി വെച്ച് അടിക്കുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ തിരിച്ചടിച്ച് ഇങ്ങനെ എടുക്കുകയാണ് ഈ ഭാഗം ചെയ്യുന്നത്. ഈ ഭാഗം കണ്ട് നമ്മൾ സ്റ്റിച്ചിനേക്കാളും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാറി നിൽക്കും. 2 ഇഞ്ചല്ല, ഒരു 1.5 ഇഞ്ചോളം എക്സ്ട്രാ മാറി നിൽക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ആദ്യം കാണിക്കാം. അപ്പോൾ ഞാൻ അതിനെ റൈറ്റ് സൈഡിലെ കാണിക്കാം. നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇതേപോലെ അടിച്ചെടുത്താൽ മതി. മടക്കി വെക്കുകയൊന്നും വേണ്ട. നേരെ ഇതേപോലെ നല്ല വശത്ത് വെച്ചാണ് അടിക്കേണ്ടത്. അതൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് അടിയിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഉൾവശത്തേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഒരു 1 ഇഞ്ചിൽ ഇതേപോലെ തന്നെ അകത്തേക്ക് മടക്കിയിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കത് അടിച്ചെടുക്കാം. റൈറ്റ് സൈഡിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് വേണം തിരിച്ചെടുക്കാൻ. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ അതൊന്ന് അടിച്ച് ഞാൻ ഇതേപോലെ എടുത്തു. അപ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്നത്. അകത്തെ വശത്ത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. മുകളിലെ ഭാഗമൊന്നും നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്തിട്ടില്ല. നമ്മൾ നെക്കടിച്ച് പോകുമ്പോഴേക്കും ക്ലിയർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡ് ഓൾറെഡി നമ്മൾ പിൻ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ പിൻ ചെയ്ത് വെച്ചതിൽ കൂടെ ഇതേപോലെ അടിക്കാം. മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശവും നമ്മളുടെ ഈ കട്ടിങ് പീസിൻ്റെ നല്ല വശവും ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വെച്ച് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. താഴെ നിന്നാണ് ഞാനിത് അടിച്ച് തുടങ്ങുന്നത്. നമ്മൾ പിൻ ചെയ്ത ആ ഭാഗത്ത് കൂടെ ഇതേപോലെ കണ്ടോ, അകത്തേക്ക് ഇങ്ങനെ മടക്കി, മുകളിലത്തെ ഭാഗം അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുക. 2 തവണ അടിച്ചെടുക്കണോട്ടോ അവിടെ അടിക്കുമ്പോഴേക്കും. എന്നിട്ട് നമുക്ക് അത് ഇതേപോലെ തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോഴത്തേ കണ്ടോ, നല്ല വശത്തേക്കാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ തിരിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കി 4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് തുടങ്ങിയ ഒരു സ്റ്റിച്ചിങ് കാണാൻ പറ്റുമല്ലോ നമുക്ക്. ആ സ്റ്റിച്ചിൻ്റെ മീതെ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇതുകൊണ്ട് അവിടെ ഒന്ന് ഓപ്പൺ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം മുതൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് താഴേക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മെയിൻ ക്ലോത്തിനേക്കാളും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഹുക്ക് വെക്കേണ്ട ഭാഗമാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്നൊരു 1/4 ഇഞ്ച് ഇറക്കിയിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ. അതേപോലെ താഴെ നിന്നും 1/4 ഇഞ്ച് മുകളിൽ ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കണം. എന്നിട്ട് വേണം ഇടയിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ ഹുക്ക് വെക്കാൻ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ഹുക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പിലാണ് നമ്മൾ ഹുക്സ് ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹുക്സ് വേണോ ആ ഒരു അളവിൽ ഇത് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഇതേപോലെ താഴെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു 2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസ് എടുക്കുക. നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴേക്കും ലെങ്ത്ത് നമുക്ക് വേണ്ടതിനേക്കാളും ഒരു ഇച്ചിരി എക്സ്ട്രാ എടുക്കുക. അതിനുശേഷം നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ എല്ലാം നല്ല വശത്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അകത്തേക്ക് ഞാൻ മടക്കി വെച്ചിട്ടാണ് താഴത്തെ ഭാഗം ഫിനിഷ് ചെയ്യുന്നത്. ബാക്ക് സൈഡിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. അതിനുശേഷം നമുക്കത് ഇതേപോലെ തിരിച്ചെടുക്കാം. ഇപ്പോൾ ഹുക്സ് വെക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തെയാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അത് ഞാൻ അപ്പോൾ ഇതേപോലെ നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നിവർത്തി പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് ഞാൻ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ തിരിച്ചടിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പതിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് അത് സീറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെ എല്ലാം ഇതേപോലെ ഒന്ന് കണ്ടോ ലൈനിങ് പീസ് വെച്ചിട്ടാണ്
അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പീസിൻ്റെയും താഴെ ഇതേപോലെ അടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് മെയിൻ ക്ലോത്തുകളെല്ലാം അകത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെയെല്ലാം 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് നെക്ക് ഒന്ന് അടിച്ചെടുക്കാം. ക്രോസ് പീസ് വെച്ചാണ് നമ്മളിവിടെ നെക്ക് ഇത് കണ്ടോ ആ ഭാഗം മുതൽ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. ബാക്ക് നെക്കിന് മുതൽ ഫ്രണ്ട് നെക്ക് വരെ നമ്മൾ ഇതേപോലെ ഒറ്റ സ്ട്രെച്ചിലാണ് നെക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല നീളത്തിൽ തന്നെ ക്രോസ് പീസ് വേണ്ടി വരും. ഞാനൊരു 1.5 ഇഞ്ച് വിട്ടിലെ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ അറ്റത്തെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഒരു 1/4 ഇഞ്ച് അകലത്തിലാണ് ഇത് നെക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നെക്ക് അടിച്ചെടുക്കാനായിട്ട് ഞാൻ ബാക്ക് വശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് നെക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തും. ക്രോസ് പീസുകൾ ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഇത് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിത് അതിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അറ്റത്തെ ഭാഗമാകുമ്പോഴേക്കും ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് അകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ മടക്കി അടിക്കുമ്പോഴേക്കും നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. ഇത് കണ്ടോ. ഇനി നമുക്കത് അകത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കണം. കണ്ടോ ഞാനിപ്പോൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നെക്കിന് നല്ല ആവശ്യത്തിനുള്ളൊരു കട്ടിങ് കിട്ടും. അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിഞ്ഞിരിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നെക്കിൻ്റെ ഭാഗം ഫുള്ളും ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ വലിച്ചൊന്നും പിടിക്കരുത്. ആ നെക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊന്ന് പതുക്കെ പതുക്കെ സ്ലോവിലൊന്ന് മടക്കി കൊടുത്താൽ മതിയാവും. സ്ലോവിൽ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. ഇതേപോലെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ക്യാൻവാസ് വെച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴേക്കും ക്യാൻവാസിനെക്കാട്ടും കൂടുതൽ താല്പര്യം ഇങ്ങനെ എളുപ്പമുള്ള രീതിയായിരിക്കും. അപ്പോൾ ക്യാൻവാസ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു സിമ്പിൾ വേ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അറ്റം വരെ ഒന്ന് അടിച്ച് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ്സും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇവിടെ നെക്കിൻ്റെ ഭാഗം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും. ഇനി നമുക്ക് സ്ലീവ്സ് അടിച്ചെടുക്കാം. സ്ലീവ്സ് അടിച്ചെടുക്കാനായിട്ട് ഞാനൊരു 1 ഇഞ്ച് വിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. 2 സ്ലീവ്സും ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിൻ്റെ ഭാഗം ഇതേപോലെ നമ്മൾ വലിച്ചു പിടിക്കരുത്. അതും ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നതുകൊണ്ട് സ്ലീവ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതനുസരിച്ച് സൂചി അറേഞ്ച് ചെയ്ത് നമ്മളിങ്ങനെ വളച്ച് കൊടുത്ത് അടിച്ചു കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 സ്ലീവ്സും ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. സ്ലീവിൻ്റെ ഭാഗമെല്ലാം നമുക്ക് ക്ലിയറായി കഴിഞ്ഞു. ഇത് കണ്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഭാഗമൊക്കെ അതേ കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ ഒരേ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ താഴത്തെ ഭാഗമൊക്കെ അടിക്കുന്നതിന് മുമ്പേ എപ്പോഴും ഒരേ ലെങ്ത്തിൽ തന്നെയാണോ എന്ന് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കേണ്ടതാണ്. എന്നിട്ടാണ് താഴത്തെ ഭാഗമൊക്കെ മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേ അളവിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ ഹുക്സ് വെക്കുന്ന ഭാഗം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ഒരു ഹുക്ക് കിട്ടണം. അതിനാണ് ഞാൻ കണ്ടോ താഴെ ഇതേപോലെ തന്നെ ഒരു ഹുക്കിൻ്റെ ഭാഗം കിട്ടണം. അതിനാണ് ഞാൻ കറക്റ്റായിട്ട് 1/4 ഇഞ്ചിൽ 2 സൈഡും വിട്ടിട്ട് ഹുക്കിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. ആ ഭാഗത്താണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ
നല്ല വശം അകത്ത് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക, നെക്കിൻ്റെ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ. എന്നിട്ട് ഇതേപോലെ നമുക്ക് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് മാത്രം ഈ അളവ് ചെയ്യുക. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അളവുകളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 8 ഇഞ്ചായിരുന്നു അല്ലെങ്കിൽ നേരത്തെ വന്നിരുന്നത്, അത് ഞാൻ അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ചെസ്റ്റിൻ്റെ ഭാഗം, ഇനി താഴത്തെ ഭാഗം മാർക്ക് ചെയ്യണം. അതൊരു 7 ഇഞ്ചിലാണ് വന്നിരുന്നത്, അതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്ക്കുമ്പോഴേക്കും ഇതേപോലെ സൈഡിലൊക്കെ ഒരു ഇച്ചിരിയൊക്കെ എക്സ്ട്രാ വരാനൊക്കെ സാധ്യതയുണ്ട് ആദ്യം ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഈ അളവ് ഒന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് ആ പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 2 സൈഡിലും ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ആ 2 സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലൊന്ന് ഹുക്സൊക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇതേപോലെ ചെറിയ പേളുകൾ വൈറ്റ് കളറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ഇതല്ലാതെ നമുക്ക് സാരിയുടെ കൂടെ എല്ലാം നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.